ദേശനിവാസികളെ, അല്പസമയം നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളെ വീഴാതെ വഴി നടത്തുകയും വരുവാനിരിക്കുന്ന ലോകത്തിൽ സന്തോഷവും സമാധാനവും തന്ന് മരണത്തിനപ്പുറത്തേക്കുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് നൽകി തരികയും ചെയ്തവനും, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാന് സ്വന്തം പ്രാണനെ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാണനെ നൽകി തന്നവനുമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം അല്പസമയം ഇവിടെ ഒരിക്കൽ കൂടെ ഘോഷിക്കുമ്പോൾ എല്ലാവരും അല്പനേരം കേട്ടുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വിജയ ഗോപാലൻ എന്നാണ്. ഞാൻ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചവനാണ്. എന്നാൽ നോക്കുവിന് 34-ാമത്തെ വയസ്സിലാണ് ഈ യേശുക്രിസ്തുവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ തെരുവോരകളിൽ നിന്ന് ഏറ്റ് വീണ്ടും വീണ്ടും പ്രഭാതത്തിലും സന്ധ്യയ്ക്കും എന്നല്ല ഇടപെടാതെ സംസാരിക്കുന്നതിന്റെ കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ പോലെ ഒരു പരാജയം, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പോലെ ഒരു പരാജയം നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 34 വയസ്സ് വരെ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച ജീവിതം ഓർക്കുമ്പോൾ ഇന്ന് ലജ്ജ തോന്നുകയാണ്. 34 വയസ്സ് വരെയും ദൈവമാരെന്ന് തിരിച്ചറിയാതെ ഈ ലോകത്തിൽ സന്തോഷിപ്പാന് ഈ ലോകത്തിന്റെ ചതിമോഹങ്ങളിൽപ്പെട്ട് പാപത്തിൽ കൂടെ ഉഴന്നലഞ്ഞത് വഴി ജീവിതത്തില് ഓർമ്മ വെച്ച നാൾ മുതൽ ആ 34-ാമത്തെ വയസ്സ് വരെയും ഒരു ദിവസം പോലും സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും സ്വസ്ഥത ഞാൻ അനുഭവിച്ചിരുന്നില്ല. പ്രിയപ്പെട്ട ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ഓടിച്ചാടി കളിക്കേണ്ട സമയമാണ്. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് കൂട്ടുകാരുടെ കൂടെ മണ്ണപ്പം ചുട്ട് കളിക്കേണ്ട സമയങ്ങളാണ്. ആ സമയവും ഞാൻ ചിന്താമുഖനായിരുന്നു. ആ സമയവും ഞാൻ കഠിനമായിരിക്കുന്ന ദുഃഖത്തിൽ കൂടിയാണ് കടന്നുപോയത്. നിരവധിയായിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലിൽ ഞങ്ങൾ പെട്ടുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന കൗമാര യൗവനക്കാരായിരിക്കുന്ന ജനങ്ങളെ, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ളവരെ, നിങ്ങൾ ദൈവത്തെ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രമാത്രം സന്തോഷപൂർണ്ണമായിട്ട് തീരുമെന്നറിയാമോ? യഥാർത്ഥത്തില് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ പാപമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുതാത്ത ചിന്തകളും അരുതാത്ത പ്രവൃത്തികളുമാണ് നമ്മൾ എല്ലായ്പ്പോഴും ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസങ്ങളും ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും എങ്ങനെ സമ്പന്നനായിട്ട് തീരാമെന്നാണ്. എന്നാൽ ദൈവം നമ്മളെ ഉപദേശിക്കുന്നത് എങ്ങനെ നീ സമാധാനത്തോടെ ജീവിക്കാമെന്നുള്ളതാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യൗവനമോഹങ്ങളെ വിട്ടോടുവാനും നിങ്ങളുടേതായിരിക്കുന്ന പാപപ്രവൃത്തികളിൽ നിന്ന് വിട്ട് നിങ്ങൾ സുബോധമുള്ളവരായിട്ട് തീരേണ്ടതിനും ഞങ്ങളൊരു പിതാവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഇത് ഘോഷിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ട, എന്റെ ചുറ്റും നിരവധിയായിരിക്കുന്ന ഭവനക്കാർ ഇത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ കുഞ്ഞുങ്ങള് അവരവരുടെ വീടുകളിലോ ഹോസ്റ്റലുകളിൽ ഇരുന്ന് എന്റെ വാക്ക് കേൾക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പാപത്തിൽ നിന്ന് രക്ഷ നേടുന്ന ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഘോഷിക്കുമ്പോൾ പലർക്കും വെറുപ്പാണ്. ഒരുപക്ഷെ ഞാനും ഒന്ന് വെറുത്ത് കാണുമായിരിക്കാം, എനിക്ക് ഇഷ്ടമല്ലായിരുന്നായിരിക്കാം. കാരണം ലോകത്തിൽ പാപം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തിന്റെ എന്താണ് കഠിനമായിരിക്കുന്ന കുറ്റബോധമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും അങ്ങനെയൊക്കെ ഓടി ഞങ്ങളുടെ ആയുസ് കളഞ്ഞത് വഴി നിങ്ങൾക്കറിയാമോ, എന്റെ 34-ാമത്തെ വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അന്ന് ഞാൻ ആദ്യമേ എന്റെ വായിൽ നിന്ന് വാക്ക് ഇങ്ങനെ ആയിരുന്നു, എന്റെ ദൈവമേ, പണ്ടേ നിന്നെ അറിഞ്ഞിരുന്നെങ്കിലും, എന്റെ കുഞ്ഞുനാളിലെ യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്ര സന്തോഷകരമായിരുന്നു, എന്തുമാത്രം സമാധാനം ഞാൻ അനുഭവിക്കുമായിരുന്നു, എത്രയോ പാപ വഴികളിൽ ഞാൻ വീണ്ടെടുക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറയുവാനിടയായി. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് 3-ാമത്തെ വട്ടമാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുക. ഇനി ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നീ ഇപ്പോഴനുഭവിക്കുന്ന നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ പലതിനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതിനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ പ്രഭാതത്തിൽ ഉണരുന്നത്. ചിലർക്ക് എന്താണ്, ഇന്ന് കൊടുത്തു തീർക്കാനുള്ള പണം ഞാൻ എവിടുന്ന് കണ്ടെത്തും, ചിലർക്ക് കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ എവിടുന്ന് കണ്ടെത്തും, ചിലർക്കോ നമ്മുടെ രോഗത്തിന്റെ വേദനയാണ്, ഏത് ഹോസ്പിറ്റലിൽ പോകും, അതിന് ഞാൻ എവിടെ പണം കണ്ടെത്തും, ചിലർ മരണഭീതി. പിന്നെയോ അതിനേക്കാൾ ഉപരി എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത ചില തെറ്റുകള്. ഒരുപക്ഷെ ഇന്നലെ നീ മദ്യപിച്ചതിനോട്ട് ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. വേണ്ടായിരുന്നു ഭാര്യയുടെ മുമ്പിൽ ഇപ്പോഴാണ് മുഖത്ത് നേരിട്ട് നോക്കാനുള്ള ധൈര്യമില്ലാതെയായിരിക്കുന്നു. മദ്യപിച്ചിട്ട് എന്തൊക്കെയാണ് വിക്രിയൽ കാണിച്ചതെന്ന് അവർ തന്നെ അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പൗരുഷം നഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പിതാവ് എന്നുള്ള പറഞ്ഞ അധികാരം നഷ്ടപ്പെടുന്നു. പാപം ചെയ്യുന്ന ഒരു പുരുഷന്മാർക്കും തന്റെ വീട്ടിലെ ആരെയും ഉപദേശിപ്പാൻ ധൈര്യം കിട്ടത്തില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനേക തെറ്റുകളല്ലയോ നമ്മളെ ഈ ദിവസങ്ങളിൽ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്? കുടുംബ തകർച്ചയ്ക്ക് കാരണം അതല്ലയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിപ്പാൻ കഴിയാത്തവണ്ണം അവർ വഴിതെറ്റി പോകുമ്പോൾ ദീർഘവിശ്വാസം ഉതിർക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് തിരിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷമോ സമാധാനമോ വേണമെങ്കിൽ മരിക്കുന്ന സമയത്ത് കിടന്ന് നിലവിളിക്കുന്നതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ മരണനദി കടക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന, നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുന്ന, നമ്മളെ എപ്പോഴും
വിശുദ്ധന്മാരായിട്ട് സൂക്ഷിക്കുന്ന ഈ ദൈവകൃപയിലേക്ക് നിങ്ങൾ പരമേൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ. നോക്ക്, പിന്നെ ഒരു സിമ്പിൾ ഉപദേശം ഞാൻ പറയാം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തുണ്ണും എന്തുടുക്കും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടല്ല. അതൊക്കെ ജാതികളില്ലയോ ചിന്തിക്കുന്നത്? ഒരിക്കൽ കൂടി പറയാം, എന്തുണ്ണും എന്ത് കുടിക്കും എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടല്ല. ഇതൊക്കെ ജാതികളില്ലയോ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ട, എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയാമോ? അതായത് ദൈവകൃപ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അപ്പോൾ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം, പാപത്തിൽ നിന്ന് രക്ഷ കിട്ടണം. പാപം ചെയ്യുന്നവരുടെ കൂടെ ദൈവമില്ല പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിന് ആ വ്യക്തിയോട് സ്നേഹമുണ്ട്, അവന്റെ കൂടെ ചേർന്ന് നടപ്പാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് നീതിയോടെ നടക്കുന്ന ഒരു മനുഷ്യൻ ദുർനടപ്പുകാരനായിരിക്കുന്ന ഒരുവനോട് കൂടെ തെരുവിൽ കൂടെ നടക്കുമോ? അവർ തമ്മിൽ കൂട്ടുകൂടുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ഇവനോട് സ്നേഹമുണ്ടെങ്കിലും ആ ദുർനടപ്പുകാരനോട് കൂടെ നമ്മൾ പരസ്യമായിട്ട് കൂട്ടുകൂടാത്തതുപോലെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് പാപം ചെയ്യുവാൻ ടെൻഡൻസിയുള്ള നമ്മളോട് കൂടെ നടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൽ നമ്മളോട് കൂടെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം നമ്മളോട് കൂടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പാപ വഴികളെ നമ്മൾ വിട്ടുതിരിയേണ്ടത് ആവശ്യമുണ്ട്. നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട്. അപ്പോൾ നോക്ക്, പിന്നെ ദൈവം നമ്മളോട് കൂടെ ഇല്ല എന്നുള്ളതാണ് നമുക്കൊരിക്കലും സമാധാനമില്ലാത്തതിന്റെ കാരണം. ഇതാ യെശയ്യാവ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടന് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. എന്താണ്? ദുഷ്ടന് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സമാധാനമില്ലാതെ ജീവിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ല, രോഗം വരത്തില്ല. രോഗം വരാം പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം വരാം, നിന്ദകൾ വരാം, അപമാനങ്ങൾ വരാം, നമ്മളെ കൊല്ലുവാൻ ചിലർ വട്ടം കൂട്ടിയെന്നിരിക്കും. പക്ഷെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും സമാധാനത്തോടു കൂടി ഇരിപ്പാൻ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ കഴിയും. ചിലര് ദുസ്സഹമായിരിക്കുന്ന കുടുംബ തകർച്ചകൾ കൂടിയാണ് കടന്നു പോകുന്നത്. ആ കുടുംബ തകർച്ചകളുടെ നടുവിലും നിനക്ക് സമാധാനം കണ്ടെത്തുവാൻ നിന്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ മതി. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം നല്ലവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും അങ്ങനെ തന്നെയാണ് ഒരിക്കൽ കരുതിയിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഹൃദയം, യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഹൃദയം. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാലും ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ദുഷ്ടന്മാരാണ്. കാരണം എന്താണ്? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാത്ത ഏവനെയും ദൈവം കൽപ്പിക്കുന്നത് ദുഷ്ടൻ എന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്. അതായത് എന്നെ കേൾക്കുന്ന ഏതാണ്ട് 90% ആൾക്കാർ ക്രിസ്തീയ മതവിശ്വാസികളായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വചനം അപ്ലൈ ചെയ്ത് പ്രസംഗിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, ആ ദുഷ്ടത നമ്മൾ നീക്കിക്കളയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല, അവരെന്താണ്? കടൽത്തിരയ്ക്ക് സമാനമായിട്ട് അവരുടെ മനസ്സ് പതറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കടൽത്തിരയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളെ മൂടുന്നുവെങ്കിൽ നിങ്ങളിൽ ദുഷ്ടതയുണ്ടെന്നാണ് എന്റെ അർത്ഥം. എന്താണെന്നറിയാമോ? എല്ലാ ഭാരങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ തലമേൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിലെ തിരകൾക്ക് അവസാനമില്ലാത്ത വണ്ണം ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു ഭാരം കഴിയുമ്പോൾ അടുത്ത ഭാരം, നിരന്തരം നിങ്ങളുടെ ചിന്താകുലം കൊണ്ട് നിങ്ങൾ നിറയുകയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ചിന്താകുലങ്ങൾ യേശുക്രിസ്തുവിൽ ഇട്ടുകൊടുത്താൽ അവൻ അത് ചുമന്നോളാമെന്ന് വാഗ്ദത്തമുണ്ട്. അതായത് താഴ്മയില്ലാത്ത ഹൃദയത്തെയും ദുഷ്ടൻ എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും കൊലപാതകയാ ദുഷ്ടൻ. നല്ല പ്രിയപ്പെട്ടവരെ, താഴ്മയില്ലാത്ത എല്ലാവരും എന്താണ്? ദുഷ്ടന്മാരാണ്. എന്താണ് താഴ്മ എന്നറിയാമോ? നമ്മുടെ ഭാരങ്ങളെയും പാപങ്ങളെയും യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവന്റെ കാൽ കീഴിൽ അമർന്നിരിപ്പാൻ താഴ്മയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതായത് നിന്റെ ഭാരം നീ ചുമക്കുന്നതാണ് നിന്റെ ഒന്നാമത്തെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, കർത്താവ്, ഞാൻ സിമ്പിൾ ആയിട്ടില്ലേ പറയുന്നത്, കർത്താവ് ചോദിക്കുന്നു, നിന്റെ മുടി വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുമോ? ഇപ്പോൾ ഇതാ ഒരു കുട്ടി അവിടെ നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഡൈ ചെയ്താൽ കറക്കത്തില്ലയോ? ഇപ്പൊ കറുത്ത മുടി വെളുപ്പിക്കാനും ഒത്തിരി സിസ്റ്റങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല ഇവിടുത്തെ വിഷയം. പിന്നെ എന്താണ്? നിനക്കിപ്പോൾ 30 വയസ്സുണ്ടെന്ന് കൂട്ടിക്കും, നിനക്ക് ഒരു 40 വയസ്സാകണമെന്ന് വിചാരിച്ചാൽ നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അല്ല, നിനക്കൊരു വൃദ്ധനായിട്ട് തീരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നരച്ചവനായിട്ട് തീരണമെന്ന് ആഗ്രഹിച്ചാൽ നിനക്ക് സാധ്യമാണോ? അത് സമയം എടുത്ത് പതിയെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ പറയാണ്, എന്റെ യൗവനകാലത്തേക്കൊന്ന് മടങ്ങിപ്പോയാൽ കൊള്ളാം, എന്റെ ചെറുപ്പത്തിലേക്കൊന്ന് മടങ്ങിപ്പോയി കൊള്ളാം, അതായത് എന്റെ നരച്ച മുടി ഒന്ന് കറുത്താൽ കൊള്ളാമെന്ന് എന്റെ അർത്ഥം. പ്രിയപ്പെട്ടത്, സാധ്യമാണോ? അല്ല. ഇതിനെപ്പറ്റി വിചാരപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? വിചാരപ്പെടുന്നതോടുകൂടി ഒരു മുഴം നീളം കൂട്ടുവാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രിയപ്പെട്ടത്? ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിക്കേ. ഏത് കുഞ്ഞിന്റെ ഫീസ് നടക്കാനില്ല. ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാണ്. നിങ്ങൾ രാത്രിയും പകലും ഇരുന്ന് ചിന്തിച്ച് നിനക്ക് പട്ടുപിടിക്കുന്നതല്ലാതെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നുവോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞത് ഒരു ഏകദേശ രൂപം തന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും പറ്റി വിചാരമുള്ളവരാണ്. പക്ഷെ എന്താണ്? ഒന്നിനും സോഴ്സ് കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, നീ താഴ്മയുള്ളവനായിട്ട് തീര്, എന്നിൽ വിശ്വസിക്കുന്നവനായിട്ട് തീര്, എന്നിട്ട് നിന്റെ ഭാരങ്ങളെ എന്റെ കരങ്ങളിലൊക്കെ ഞാൻ നടത്തി തരാമെന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ
കൊട്ടാരം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. നിന്റെ ഓരോ ദിവസവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഈ യേശുക്രിസ്തുവിലേക്ക് തിരിയണം. നമ്മുടെ യൗവനത്തെ പ്രിയപ്പെട്ട അനേകരെ ഞാൻ വേദനയോട് ഓർത്തോട്ടെ. എത്രയോ 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 മനുഷ്യര് മരണ സമയത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, മരിക്കാറാകുമ്പോ കിടന്ന് നിലവിളിക്കുകയാണ്. യൗവനത്തിൽ തന്റെ ഉരുക്കുമുഷ്ടികളുടെ കീഴിൽ എല്ലാരെയും അമർത്തി കളയാമെന്ന് നീ വിചാരിച്ചു. യൗവനത്തിൽ നീ എന്താണ് മറ്റുള്ളവരെ വല്ലാതെ ദ്രോഹിച്ചു. നീ ആർക്കും കീഴടക്കുമെന്ന് നിനക്ക് മനസ്സിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നീ യൗവനക്കാരനാണ്. എന്നാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. അവരിപ്പോ പറയുന്നുണ്ട്, എന്നോട് നേരിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണ്ടായിരുന്നു. അന്നത്തെ എന്റെ യുവത്വത്തിന്റെ തിളപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ ദ്രോഹിപ്പാൻ ഇടവരരുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, യൗവനം മായല്ലേ പ്രിയപ്പെട്ടവരെ, ലാവണ്യം മായല്ലേ പ്രിയപ്പെട്ടവരെ. സൗന്ദര്യത്തിൽ ആരും പ്രശംസിക്കല്ല പറയട്ടെ. ഒരു പെൺകുട്ടി തന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്ന പെൺകുട്ടി എനിക്ക് നിരവധിയായിരിക്കുന്ന വ്യക്തിയിൽ അറിയാം. അവളുടെ സൗന്ദര്യത്തിലുള്ള അഹങ്കാരം കൊണ്ട് ആകാത്ത പാപ വഴികളിലൊക്കെ വീണ് അവസാനം കുടുംബജീവിതവും നശിച്ച് പലരും ആത്മഹത്യയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നാണ് സൗന്ദര്യം, ദൈവം തന്നാണ് ആരോഗ്യം. അത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ദൈവം എന്നുള്ള വാക്കല്ല, യേശുക്രിസ്തുവിന് മഹത്വം കൊടുത്താൽ നിന്റെ ജീവിതം സമാധാനമായിട്ട് തരും. പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണം കെട്ട് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരാശാമുഖമായിട്ട് കടന്നു പോകുന്നുണ്ടോ? പ്രിയപ്പെട്ട, ഒരു വഴി മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിലേക്ക് തിരിയുക. നിങ്ങൾ ക്രിസ്തീയ മതവിശ്വാസിയാണെങ്കിലും നിനക്കൊരു മാനസാന്തരം വന്ന് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവന്റെ കാഴ്ചവട്ടിൽ വെച്ച് അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിട്ട് അവനോട് അപേക്ഷിച്ചാൽ അവൻ നിന്റെ കുഞ്ഞുങ്ങൾ രൂപാന്തരം ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, അല്ലാതെ നീ എന്ത് ചെയ്താലും നിന്റെ കുഞ്ഞിന് മാനസിക വിഭ്രാന്തി വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ എന്താണ് പല വഴികളിൽ തെറ്റായിട്ട് പോയി, അവൻ മയക്കുമരുന്നിന് അടിമയായിട്ട് പോയി, അവൻ അമ്മയപ്പന്മാരെ ബഹുമാനിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോണേ. എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളണമേ. നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. ഇത് ദൈവത്തിന്റെ നിയമമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവത്തിന്റെ നിയമമാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും സമാധാന സമൃദ്ധിയും ദീർഘായുസും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അമ്മയപ്പന്മാര് ബലഹീനരായിരിക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, അവർ ചിലപ്പം പലതും പറയുന്ന പോഷത്വമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങളെ ജനിപ്പിച്ച് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, എന്റെ കുഞ്ഞെ, നീ എത്ര എക്സ്ക്വയാർഡും വൈസ്ക്വയാർഡും പഠിച്ചാലും നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകത്തില്ല. നിനക്ക് യോഗ്യമായിരിക്കുന്ന ഒരു ജോലി ലഭിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അനേക കുട്ടികൾ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്ന എന്നാണ്. അനേക കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? വണ്ടി കീഴിൽ കയറി ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നതും പരിക്ക് പറ്റുന്നതിന്റെ കാര്യം എന്താണ്? അവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അമ്മയപ്പന്മാരെ ബഹുമാനിച്ചില്ല, അമ്മയപ്പന്മാരെ അവർ അനുസരിച്ചില്ല. ആ ഒറ്റ കാരണത്താൽ ദൈവം വേലി പൊളിച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട, നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ ഓരോ ദിവസവും ഭൂമിയിൽ ജീവിക്കുന്ന? നല്ല പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെയും പറ്റിയുള്ള ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഓരോരുത്തരെയും ദൈവം നിങ്ങൾ അറിയാതെ തന്നെ വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനി ആകണമെന്നില്ല, നീ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേക കുടുംബ തകർച്ചകളുടെ കാര്യം എന്താണ്? ഞാൻ എന്താണെന്ന് ഏകദേശം പറയുന്നത്, നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് മാനസാന്തരപ്പെടണം. നിങ്ങൾ ഒരു സമാധാനം കണ്ടെത്തണം. ഞാൻ സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിലാണ്, അത് നിങ്ങളും കണ്ടെത്തണം. നോക്ക്, പിന്നെ നമ്മൾ ഇന്നും പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും കാണും അനേക പെൺകുട്ടികൾ, വിവാഹിതയായിരിക്കുന്ന പെൺകുട്ടികൾ എന്താണ് ആത്മഹത്യ ചെയ്യുന്നു, കൊല ചെയ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ വിചാരിക്കും ആ ഭർത്താക്കന്മാര് ക്രൂരന്മാരാണ്, ഇവളെ കൊന്നവരൊക്കെ വലിയ ക്രൂരന്മാരാണ്. അല്ല പ്രിയപ്പെട്ടവരെ, അവരെ അങ്ങനെ ആക്കി തീർക്കുവാൻ ദൈവം അനുവദിച്ചു. എന്ന് വെച്ചാൽ ദൈവം അവൾക്ക് തുണ പോയില്ല, ദൈവം അവളെ സൂക്ഷിച്ചില്ല. അവരുടെയൊക്കെ ചരിത്രം, ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ദൈവം കൊടുത്ത ഭർത്താവിനെ വിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്ന പല പെൺകുട്ടികളും അവസാനം എന്താണ്? കൊലക്കത്തിക്ക് ഇരയായിട്ട് തീരുകയാണ്, ആത്മഹത്യയിലേക്ക് പോവുകയാണ്. പുരുഷന്മാരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാര്യയോട് വിശ്വസ്തത കാണിക്കാതെ വിവാഹ ദിവസം ഉടമ്പടി ചെയ്ത വണ്ണം ഭാര്യയെ ഞാൻ പോറ്റി പുലർത്തിക്കൊള്ളാമെന്നും അവളോട് വിശ്വസ്തത ആചരിച്ചു കൊള്ളാമെന്നും അവിടെ എന്താണ് ഇല്ലായ്മയിലും ഉള്ളപ്പോഴും എല്ലാം ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം ഞാൻ അവളെ സ്നേഹിച്ചോളാമെന്നൊക്കെ ഒരു വാഗ്ദത്തം ദൈവത്തിന് മുമ്പിൽ കൊടുത്തില്ലയോ? നീ അതിനെ വിട്ട് അന്യജടം മോഹിക്കുകയും നീ മദ്യപാനത്തിലും മറ്റു തെറ്റായിരിക്കുന്ന വഴികളിലും നീങ്ങിക്കൊണ്ടു പോകുമ്പോൾ നീ എന്താണ്? നിന്റെ ജീവിതം നശിച്ചു പോവുകയാണ്, നീ ജയിലുകളിലേക്ക് ഒടുങ്ങി പോവുകയാണ്, മറ്റുള്ളവരുടെ കത്തിക്ക് ഇരയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ നിയമത്തിന് അനുസരിക്കുന്നതാണ് ഏതൊരു മനുഷ്യന്റെ സന്തോഷവും സമാധാനവും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇനി അപ്പന്മാരോട് പറയാമല്ലോ, പിള്ളേർ പറയും എന്റെ അപ്പൻ എന്നോട് ഭയങ്കര ദേഷ്യമാം, എന്റെ അമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന. ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അമ്മയപ്പന്മാരോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറ നശിച്ചു പോകും. വാർദ്ധക്യ
വാർദ്ധക്യത്തിലാകുമ്പോൾ ആരും നിങ്ങളെ നോക്കുവാനില്ലാതെ, ആരും നിങ്ങളെ സ്നേഹിപ്പാനില്ലാതെ നിങ്ങളെ വൃദ്ധസദനത്തിൽ തള്ളി അവരവരുടെ വഴികളിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിലെ തൊട്ട് നിന്റെ അമ്മ നിന്നെ ഉപദേശിച്ചത് എന്താണ്? മോനെ പഠിക്കണം, അവനെക്കാളും മാർക്ക് നേടണം, അവനെക്കാളും വലിയ കൊട്ടാരം വെക്കണം. ലോകസ്നേഹിയായിരിക്കുന്ന ഈ അമ്മ അവസാനം മകൻ കൊട്ടാരം വെക്കും, അവൻ കോടിക്കണക്കിന് സമ്പത്തുണ്ടാക്കും, അവൻ എല്ലാവരുടെ മുമ്പിൽ പ്രശംസാഭിഷേകം. നീ തളർന്നവളായിട്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ നിന്നെ ശുശ്രൂഷിപ്പാനായിട്ട് അമേരിക്കയിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ട് നിന്നെ എന്താണ് ഒരു മൃഗത്തിന് കൊടുക്കുന്ന പരിചരണം പോലും ഇല്ലാതെ നിരാശയോടെ കടന്നു പോവുകയാണ്. എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാൻ പ്രിയപ്പെട്ടത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല പ്രിയപ്പെട്ടത്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമുക്കൊരാശ്വാസം വേണം. അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ആരാണ് ദൈവം? എല്ലാവരും ചോദിക്കുന്നു. ഒരു പക്ഷേ ക്രിസ്തീയ മതവിശ്വാസികൾ പോലും ദൈവമാരും തിരിച്ചറിയാതെ അന്യാരാധനയിൽ കഴിയുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല, പിന്നെന്താ ഉപദേശി പറഞ്ഞു? ഞാൻ പറയാം പ്രിയപ്പെട്ട, എന്നാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞവൻ ദൈവമാരെന്ന് അറിഞ്ഞിരിക്കുന്നു. കാരണം ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, അവനെ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയോടും കൂടി ഒരുവൻ ലോകത്തിലേക്ക് വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയയുടെ സന്തതിയായിട്ട് ഒരു മനുഷ്യനായിട്ട് അവൻ ജനിച്ചു. അവൻ മറിയയുടെ സന്തതിയാണെങ്കിലും അവൻ ദൈവപുത്രനെ വിശ്വസിക്കുന്നവർക്ക് എത്ര പ്രിയപ്പെട്ട ദൈവസ്നേഹം ഉണ്ടാകുന്നത്. ആ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്കറിയാം, ഞാനത് വിട്ടുകളയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു അവൻ പാപമില്ലാത്തവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അതേ പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവന്റെ വചനം തള്ളിക്കളയുന്നവൻ ദൈവത്തിന്റെ കൽപ്പനയെ തള്ളിക്കളയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ വചനം എന്ന് വെച്ചാൽ തന്റെ ദാസന്മാർ മുഖാന്തരം ഇന്ന് ഘോഷിക്കപ്പെടുന്ന വചനത്തെ നിഷേധിക്കുന്നവരൊക്കെയും സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴേ പ്രിയപ്പെട്ട ക്രിസ്തീയ മതവിശ്വാസികൾ പോലും ഞങ്ങളെ ഓടിച്ചു കളയാറുണ്ട്. പലരും ഞങ്ങൾക്ക് മുമ്പിൽ കഥകൾ കൊത്തി അടയ്ക്കാറുണ്ട്. ഞങ്ങൾ കുട്ടനാടും മറ്റ് പ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ കത്തോലിക്കർ ഞങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഞങ്ങളോട് ആർക്കും വ്യക്തിപരമായിരിക്കുന്ന ഒരു ദേഷ്യവുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനോടുള്ള ദേഷ്യം, ആ വെളിച്ചത്തിനോടുള്ള നിങ്ങളുടെ അകത്തെ പാപത്തിന്റെ ഇരുട്ടിന്റെ ശക്തിയാണ് നിങ്ങളെ എതിർക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട, അങ്ങനെ സുവിശേഷത്തെ എതിർത്താം. സുവിശേഷത്തിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കുടുംബം ഗുണം പിടിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നിങ്ങൾ പറയും, ഞാനൊരു വലിയ ഒരു സമ്പന്നനായിരിക്കുന്നവന്റെ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു. ഒരിക്കലും അദ്ദേഹം ഒരു മർത്തോമ സഭാ വിശ്വാസിയാണ്. അദ്ദേഹം എന്താണ് കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ളവരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു 100 കോടിയുടെ ആസ്തിയെങ്കിലും ഇപ്പോൾ എനിക്ക് തിട്ടപ്പെട്ടില്ല, ഏറ്റവും കുറഞ്ഞതുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ഒരു സന്തോഷവുമില്ല, വീട്ടിൽ ഒരു സമാധാനവുമില്ല. തന്റെ ഏകപുത്രൻ പോലും തന്നെ കൊല്ലുവാൻ വട്ടം കൂട്ടുന്നു, താൻ തന്റെ മകനെ കൊല്ലുവാൻ വട്ടം കൂട്ടുന്നു. ഇതൊക്കെയുമായിട്ടും ആ വീട്ടിൽ സമാധാനമില്ലാതെ വെള്ളത്തിന് പകരം കള്ള് കുടിച്ച് നശിച്ച് ആ വീട്ടിൽ കയറി ഞാൻ സുവിശേഷം പറഞ്ഞപ്പോഴേ ആ അപ്പനോ മകനോ രക്ഷപ്പെടണമെന്നല്ല, ആ അമ്മച്ചി വന്ന് എന്റെ ആ പ്രസംഗത്തിന്റെ ഇടയിൽ കയറി പറയാണ്, ഞങ്ങളെ അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിച്ച് ഉപദേശിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ദൈവം അനുഗ്രഹിച്ചത്? അപ്പോൾ അവരുടെ ഈ ഇടിഞ്ഞു പോകുന്ന വെള്ളപ്പൊക്കത്തിൽ പൊങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട പൊടിഞ്ഞു പോകുന്ന അവരുടെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു. ഈ കൊട്ടാരങ്ങള്, അവരുടെ വീടുകള്, ടിപ്പറുകള്, പിന്നെ പാറമടകൾ, ഇതെല്ലാം കാണിച്ചു തന്നു. ഞാൻ ചിരിച്ചിട്ട് അവരോട് അല്പം ദേഷ്യത്തോട് പറഞ്ഞു, അമ്മച്ചി ഇതെല്ലാം ഒഴുകിപ്പോകുന്ന അനുഗ്രഹങ്ങൾ, ഇതല്ല ദൈവത്തിന്റെ അനുഗ്രഹം. ഞാൻ ചോദിച്ചു, സമാധാനമുണ്ടോ? അമ്മച്ചി മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് പാപമോചനം കിട്ടിയോ? അമ്മച്ചി മിണ്ടിയില്ല. പ്രിയപ്പെട്ട, കണ്ണുകൊണ്ട് കാണുന്ന ഈ കല്ലിനെ മണ്ണിനെ നോക്കി നിങ്ങൾ പ്രശംസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ ഇത് വിട്ടുപോകുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കണം. എന്നാണ് യേശു ക്രിസ്തുവിനുള്ള പ്രശംസ? പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലേക്ക് നോക്കിക്കേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പർവ്വതത്തിന്റെ മുകളില്, ഗോൽഗോഥ മലയുടെ മുകളില്, പാറക്കൂട്ടങ്ങളുടെ നടുവില് 2 കള്ളന്മാരുടെ മധ്യേ ഒരുതനെ ക്രൂശിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നത് കണ്ടോ? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒന്ന് കേക്ക് പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ കഷ്ടം സഹിക്കുന്നത്. ആ 2 കള്ളന്മാരുടെ മധ്യേ, ആ പാറക്കൂട്ടങ്ങളുടെ മധ്യേ, ആ നട്ടുച്ചവയിൽ ഒരുവനിതാ കൈകാലുകൾ വിരിച്ചുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്റെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരുത്തൻ തൂങ്ങിക്കിടക്കുന്നുണ്ട്. മോളെ, നിനക്ക് വേണ്ടിയിട്ടാണ് മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്. അതായത് അവൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് നീ പോകുന്നത്. ചില പെൺകുട്ടികൾ പറയും, എന്നെ സ്നേഹിക്കാൻ വീട്ടിൽ ആരുമില്ല. ഇത് നിന്റെ തെറ്റിദ്ധാരണയാ. എന്നിട്ട് കാണുന്ന ആൺപിള്ളേരുടെയൊക്കെ എന്താണ് വലയിൽ ചെന്ന് വീഴുകയാണ്. എന്നാൽ അപ്പനും അമ്മയും നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അങ്ങ് വെച്ചോ. നിന്റെ ബന്ധുക്കൾക്ക് നിന്നോട് വെറുപ്പാണെന്ന് വിചാരിച്ചോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മോളെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താ സ്നേഹിക്കുന്നറിയാമോ? ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരമ്മ താൻ പ്രസവിച്ച മകനെ മറന്നു കളയുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സ്നേഹം കുഞ്ഞെ നിന്നെ പിന്തുടരുന്നുണ്ട്. നീ ഒന്ന് തിരിഞ്ഞ് അവന്റെ കരങ്ങളിലേക്ക് നിന്റെ കരം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്ന് ആർക്കും ഇനി പറയാൻ കഴിയത്തില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവൻ പറഞ്ഞു, ഒരു നാളും ഞാൻ നിന്നെ വിട്ടുകളയത്തില്ല.
ഒരു നാളും. അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എന്നെ ആരും സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞ് മറ്റു കുട്ടികളുടെ വഞ്ചനയിൽ കുടുങ്ങി നീ നശിച്ചു പോകുന്നത് എന്ത്? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്കും ഒത്തിരി കാര്യമുണ്ട്. കൂട്ടുകാരുടെ കൂടി കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും മയക്കുമരുന്ന് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്, നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ വീട്ടിൽ ഒരു സമാധാനമില്ല, എന്റെ അപ്പനും അമ്മയും എന്നെ വേണ്ട, അവര് പണം ഉണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് കിടക്കുകയാണ്. അതൊരു സൈഡാണ്. പക്ഷെ പ്രിയപ്പെട്ട നിന്നോട് ഞാൻ പറയാം, മോനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടടാ, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടടാ. അതുകൊണ്ട് എന്താണ് നീ നിരാശപ്പെടേണ്ട. നീ കർത്താവിലേക്ക് ഒന്ന് ചെന്നാൽ മതി. അവൻ ഇതാ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുന്നു. നീ അവന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആകുലതകൾ മാറും. ഇന്ന് രാവിലെ 2 യൗവനക്കാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, അവന് കൂടി വന്നാൽ 10, 24, 23 വയസ്സുള്ളൂ. അവരിങ്ങനെ മുട്ടിപ്പായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാണ്. അവനെന്താണ് ദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അനേക യൗവനക്കാർ നശിച്ചു പോകുമ്പോഴാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യൗവനക്കാര്. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൗവനത്തിലെ നിന്റെ ദൈവത്തെ അറിഞ്ഞതെങ്കിൽ നിനക്ക് നന്നായിരുന്നു. എന്റെ 34 വർഷം വ്യർത്ഥമായിട്ട് തീർന്നു പോയെങ്കിൽ നിങ്ങൾക്കാർക്കും അത് സംഭവിക്കില്ലെന്ന് ഞാൻ പറയുന്നു. ഇനി ഞാൻ പുരോഹിതന്മാരെ പറ്റി ഒന്ന് പറയാം. പ്രിയപ്പെട്ട, ഞങ്ങൾ പറയുന്നത് സത്യസുവിശേഷമാണ്. അപ്പോൾ നിങ്ങളുടെ മതഭക്തി കൊണ്ടും നിങ്ങളുടെ പൗരോഹിത്യം കൊണ്ടും നിന്നുകൊണ്ട് ദൈവവചനമായിരിക്കുന്ന ബൈബിളിനെ നിഷേധിക്കുന്നത്. ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഈയിടെ ഞാൻ തെങ്കാശിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയാണ്. അവിടെ കത്തോലിക്ക മതവിശ്വാസികൾ നിരവധിയായിരിക്കുന്ന ആര്യങ്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു കത്തോലിക്കന്റെ വീട്ടിൽ ഞങ്ങളെ കയറ്റത്തില്ല. അവർ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യം. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ഫൈൻ കൊടുക്കണം. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക പ്രിയപ്പെട്ടത്. പെന്തക്കോസ്തുകാര് വീട്ടിലേക്ക് അവരെ കയറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2000 രൂപ പള്ളിക്ക് ഫൈൻ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം പാവങ്ങളാ. അവർക്ക് 2000 പോയിട്ട് 200 രൂപ കൊടുക്കാനില്ലാത്തവരാ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ നിങ്ങൾ ഇങ്ങനെ നിഷേധിക്കല്ലേ. എന്റെ പ്രിയ പുരോഹിതനെ, നീ നാളെ മരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്ത് പറയാനുള്ളത്? നീ ഇത്രയും ജനങ്ങളുടെ കണക്ക് തീർക്കുമോ? ഇവരും നരകത്തിലേക്ക് പോകുകയില്ലയോ? നീയും നരകത്തിലേക്ക് പോകുകയില്ലയോ? അന്ന് യേശുക്രിസ്തുവിന് മുമ്പിൽ നിനക്ക് എന്ത് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ബൈബിളിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കല്ല. എന്റെ പ്രിയപ്പെട്ട പുരോഹിതന്മാരെ, നിങ്ങൾ ഇതിനെ എതിർത്ത് നിൽക്കല്ല. നിങ്ങൾക്ക് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകള പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നോളാം. നിങ്ങളുടെ ധനമഹാത്മ്യത്തിനും നിങ്ങളുടെ ഉന്നത ഭാവത്തിനും വേണ്ടി ജനങ്ങളുടെ രക്ഷയെ തടഞ്ഞു വെക്കുന്നത് ദൈവത്തിന് ഏറ്റവും കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇത് ഈ ജനങ്ങളെ അണികളെ വഞ്ചിക്കുന്നുണ്ട്. നിനക്കോ സമാധാനമില്ല. ഈ ജനങ്ങളെ നിന്റെ വാലെ പിടിച്ച് നടക്കാന്, നിന്റെ പുറകെ നടക്കാൻ വേണ്ടി ഇവരെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഉന്നതന്മാരും ചെറിയവരുമായിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും പറ്റി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവരെ ഇരുട്ടിലേക്ക് നീ പിന്നെ തള്ളിക്കളിയ നീയും ഇരുട്ടിന്റെ സന്തതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കും കിട്ടുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുമില്ല. അത് തെറ്റാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ദൈവവചനത്തെ എതിർക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല, നിങ്ങളുടെ തലമുറകൾക്ക് നന്നല്ല. ഒരു സന്തോഷവും കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. പണമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പൊ ദൈവത്തിന്റെ ആവശ്യമൊന്നുമില്ല. പണം ഉണ്ടാക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ആർക്കും ഏത് തെറ്റായിരിക്കുന്ന വഴികളിലും ഉത്സാഹമുള്ളവർക്ക് ഇവിടെ പണം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നിനക്ക് ഹൃദയ സമാധാനം നൽകി തരുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ആവട്ടെ, ഞാൻ എല്ലാ വിഷയങ്ങളെ പറ്റി ഒരു ചെറിയ കാര്യം ഓർപ്പിച്ചതേ ഉള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഇനി സ്വർഗത്തിലേക്ക് നോക്കിക്കേ. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്. പെന്തക്കോസ്ത് ഉപദേശിമാരെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കേട്ടോണേ. നിങ്ങളെ ബാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ അനേക ഉപദേശിമാർ വരുമ്പോൾ ഒരു ഉപദേശിമാരല്ല. അവർ നിങ്ങളോട് പറയാനുള്ള ഉപദേശിമാരെ വിട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനമാ. നിന്റെ ദാരിദ്ര്യം മാറ്റുവാനോ, നിന്റെ ചെറിയ വീട് കൊട്ടാരമാക്കുവാനോ, നിന്റെ കുഞ്ഞുങ്ങളെ UK വിടുവാനോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെന്താണ്? നിങ്ങൾ സ്വർഗത്തിലെത്തണം, നിങ്ങൾക്കൊരു പാപമോചനം നേടണം. ഇത് മാത്രമാണ് ദൈവം എന്നെ പറ്റി, അല്ലെങ്കിൽ സുവിശേഷകന്മാരെ പറ്റി, അല്ലെങ്കിൽ സ്ത്രീഹന്മാരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം. അപ്പോൾ അതുവഴി നിങ്ങൾ ആൾക്കാരെ തിരിച്ചറിഞ്ഞോണം. താൽക്കാലികമായിരിക്കുന്ന ലാഭത്തിന് വേണ്ടി നിങ്ങളെ കള്ള ഉപദേശം നൽകി തരുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ബൈബിൾ വായിക്കണം. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരും വായിക്കട്ടെ, സത്യവചനം ബൈബിളാണ്. മരിച്ചതിന് ശേഷം ബൈബിൾ വെച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. മറ്റാരുടെ ഒരു ഗ്രന്ഥവും ബൈബിൾ മതഗ്രന്ഥമല്ല. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം വെച്ചിട്ടാണ് ലോകാവസാനത്തിന് ശേഷം നമ്മളെ ന്യായം വിധിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, എങ്ങനെ സന്തോഷിക്കാൻ പറ്റും, എങ്ങനെ സമാധാനത്തിലേക്ക് വരാൻ പറ്റും. ഞാനൊരു കാര്യം പറയാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണെന്ന് അറിയാമോ? നമുക്കൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതി പ്രിയപ്പെട്ടവരെ. മതഭക്തിയൊക്കെ വിട്ട്, ഇത്രയും നാളും പാപമോചനം നൽകി തരാൻ കഴിയാത്ത മതഭക്തിയൊക്കെ ഒന്ന് വിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ മതി. ദൈവം അത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചിന്ത അത് കണ്ട മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ
മനസ്സ് തിരിക്കുക. നിങ്ങൾ ഇപ്പൊ പോകുന്ന വഴി നരകവിധിയിലേക്കാണ് പോകുന്നത്. ജനിച്ച നാൾ മുതൽ നമുക്കൊരു മതമുണ്ടല്ലോ, ഒരു ജാതി ഉണ്ടല്ലോ, അതിനൊരു പുരോഗതിന് നിയമമുണ്ടല്ലോ. ആ നിയമം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും നരകത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സുവിശേഷം കേട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കണം. ഇച്ചിരി നേരം ഒന്ന് നിന്ന് കേട്ടെ, എന്നിട്ടൊരു കാര്യം ചെയ്ത് തിരിച്ചു വന്നേ എന്ന് വെച്ചാൽ എന്റെ മൈക്കിന്റെ അടുത്തോട്ട് വരാനില്ല, ആ ക്രൂശിലേക്ക് ഒന്ന് തിരിച്ചല്ലേ പ്രിയപ്പെട്ടവരെ. കണ്ടോ അവൻ അടിയേറ്റ് തകർക്കപ്പെടുന്നത്? കണ്ടോ പ്രിയപ്പെട്ടവനെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയല്ലേ അവൻ ഏൽക്കുന്നത്? നീ ചെയ്ത ഓരോ തെറ്റിന്റെയും ശിക്ഷയല്ലേ അവന്റെ ശരീരത്തിൽ ഏൽക്കുന്നത്? അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു, നിനക്ക് പകരക്കാരനായിട്ട് കഷ്ടം ഏറ്റെടുക്കുന്നതായിരിക്കും ക്രിസ്തു. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ഇവൻ. നോക്ക് പ്രിയപ്പെട്ടവരെ, നിന്റെ പാപമാണ് ചുമന്നത്. നിന്റെ ഇന്നേവരെയുള്ള പാപവും നീ ജനിച്ച പാപവും എല്ലാം കൂടെ അവൻ ആ ക്രൂശിൽ ചുമക്കുകയാണ്. അതെല്ലാം കൂടെ ചുമന്നത് വഴി അവൻ ആ ക്രൂശിൽ കിടക്കുകയാണ്. ഒന്ന് നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, നിന്നെ സ്നേഹിക്കാൻ ഇതുപോലൊരാളുണ്ടോ? നിന്നോട് കരുണ ചെയ്യുവാൻ ഇതുപോലൊരാളുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ചാകുമോ? ഒരു നാളും ഇല്ല പ്രിയപ്പെട്ടവരെ. അല്ലയോ ഭർത്താവേ, നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചാകുമോ? ഇല്ല. ഞാൻ പറയാം, നിന്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ കിടന്ന് നീ പറയണി നിന്റെ കയ്യിലെ കൊള്ളതായ്മ കൊണ്ട് അനുഭവിച്ചോളാൻ പറയും. അതേ സ്വഭാവം തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അമ്മയപ്പന്മാർക്കോ കഴിയുന്നില്ല. എന്നാൽ നിന്റെ അനവധി നിരവധിയായിരിക്കുന്ന കൊടും പാപത്തെ മുഴുവനും ക്ഷമിച്ചു തരുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മനസാക്ഷിക്ക് സമാധാനം തരുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷനെ സംബന്ധിച്ചുള്ളവൻ ക്രൂരനായിട്ട് തീരുന്നതിന്റെ കാര്യം എന്താണ്? ഏതെങ്കിലും അപ്പന്മാര് മക്കളെ അകാരണമായിട്ട് അടിക്കുകയോ വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്നതിന്റെ കാര്യം നീ പാപത്തില്ല. ഏതെങ്കിലും അമ്മമാര് ഭർത്താക്കന്മാരോടും വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടും വഴക്കുണ്ടാക്കി, ഞാൻ ഉറപ്പായിട്ട് പറയാം, നിന്റെ പാപത്തിലാണ്. നിന്റെ പാപം നിന്റെ ഹൃദയം കഠിനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വാത്സല്യം ഇല്ലാതായിട്ട് തീർന്നു. അതുകൊണ്ട് നിനക്ക് കരുണ ഇല്ലാതായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതെല്ലാം ദൈവം ക്ഷമിക്കും. മടങ്ങി വന്നാല് അവന്റെ വിശുദ്ധ രക്തം നമ്മളെ കഴുകും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും സമാധാനം കണ്ടെത്തുവാൻ ആശിക്കുന്നുവെങ്കിൽ, ആർക്കെങ്കിലും സന്തോഷ സമൃദ്ധി അനുഭവിക്കുന്നെങ്കിൽ, കുടുംബത്തിലും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ആ ക്രൂശിലേക്ക് ഒന്ന് തിരി പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഏത് ജാതി മതസ്ഥരെങ്കിലും, നിങ്ങൾ മരണമുള്ളവനാണെങ്കിൽ നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ മനസാക്ഷിക്ക് സമാധാനം വന്നാൽ നമ്മൾ കരുണയുള്ളവരായിട്ട് തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവരെ, നാട്ടിൽ വഴക്കുണ്ടാക്കുന്നവരെ, സഭയിൽ വഴക്കുണ്ടാക്കുന്നവരെ, നിന്റെ പാപമാണ് നിന്നെ വഴക്കുണ്ടാക്കുന്നത്. നിന്റെ മനസാക്ഷി സ്വസ്ഥമല്ല, നിന്റെ മനസാക്ഷി ശുദ്ധവുമല്ല. നിന്റെ മനസാക്ഷി ശുദ്ധമാകുമ്പോൾ നിനക്ക് സമാധാനം വരും. നോക്കിക്കേ, ആ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. മാത്രമല്ല, താൻ മരിക്കുമ്പോൾ തന്റെ പ്രാണനെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. എന്റെ പ്രാണനെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്രൂശിൽ തലയയച്ച് മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയം വെക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസാക്ഷി ശുദ്ധവും ദൈവത്തിലുള്ള വിശ്വാസവും വേണം. അതുകൊണ്ട് നോക്കുവിന്, വരുവായിരിക്കുന്ന ലോകത്തില് അനവധി നിരവധിയായിരിക്കുന്ന കഷ്ടങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അനവധി നിരവധിയായിരിക്കുന്ന നിരാശാമുഖമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടുന്നിരിക്കും. അപ്പോഴൊക്കെ കർത്താവിന്റെ ദാസം പറഞ്ഞില്ലയോ, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ. മരിക്കുന്ന സമയം നിങ്ങൾ ആരുടെ മാർബിൾ തലചായ്ക്കും? പ്രിയപ്പെട്ടവരെ, ആര് നിങ്ങളെ ആശ്വസിപ്പിക്കും? നിന്റെ നേതാവ് വരത്തില്ല, പുരോഹിതൻ വരത്തില്ല. പ്രിയപ്പെട്ട, നിന്റെ സമ്പത്ത് നിന്നെ പിന്തുടരുകയുമില്ല. പിന്നെയോ, ഈ ദേശത്ത് നിനക്ക് ഒത്തിരി മഹത്വം തന്നല്ലോ, ഇവരാരും നിന്നെ പിന്തുടരത്തില്ല. മരിക്കുമ്പോൾ നീ ഏകനായിട്ട് കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കരം പിടിച്ചോളാം, ഞാൻ നിന്നെ അങ്ങേ രാജ്യത്തിലേക്ക് എത്തിക്കാം, സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാം. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവങ്ങളെ താട്ടി നഗരങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ടുള്ളവിന് കുഞ്ഞുങ്ങളെ, നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിച്ച് ദൈവവചനമായിരിക്കുന്ന ബൈബിള് വായിച്ച് തിരിച്ചറിഞ്ഞ് ആ യേശുക്രിസ്തുവിനെ ഒന്നാമത് സ്നേഹിച്ചുള്ളവിന് അവൻ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റാൽ ദൈവം തന്റെ ആത്മാവിനെ കൂടെ തരും. വെച്ചാൽ യേശുക്രിസ്തുവിനെ അടക്കിയെന്ന് നമുക്കറിയാം. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷെ അവൻ മൂന്നാം ദിവസം കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ്. ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ച് അതേ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിലേക്ക് തരും. ഈ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് യേശുക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭൂമിയിൽ രാജാക്കന്മാരായിട്ടും അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ പറന്നു പോകും. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും താന്താന്റെ വഴികളിലൂടെ, ഓരോരുത്തരും അഹങ്കാരത്തോടും ഗർവത്തോടും കൂടെ പാപ വഴികൾ സന്തോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും അറിഞ്ഞുകൊള്ളുവിന്, ഒരു ദിവസം നീ മരിക്കും, ഒരു ദിവസം നിന്റെ പ്രാണൻ ഈ ശരീരം വിട്ടുപോകും. അന്നോ അടക്കപ്പെടും. എല്ലാ പുരോഹിതന്മാരും നിന്റെ നേതാക്കന്മാരും രാജാക്കന്മാരും കൂട്ടുകാരും എല്ലാം വന്നിട്ട് നിന്റെ ഫ്യൂണറൽ സർവീസ് മഹാ ഉത്സവം പോലെ കൊണ്ടാടും. അതേ പ്രിയപ്പെട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ സമ്പന്നന്മാരാണെങ്കിൽ എല്ലാ ഉന്നതന്മാരായിരിക്കുന്ന പുരോഹിതന്മാരും നിങ്ങളുടെ വീട്ടിൽ വരും. അവരെന്താണ് 100 കണക്കിന് ആൾക്കാർ കടന്നു വരും, പാസ്റ്റേഴ്സും കടന്നു വന്നിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിച്ച് ഇവിടെ ഉത്സവം
നടത്തുമ്പോൾ നിന്റെ ആത്മാവ് നിത്യമായിരിക്കുന്ന നരകം കണ്ട് കണ്ണുനീരോടുകൂടെ അതിലേക്ക് പോകാൻ ഭയത്തോടെ കടന്നു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോകാവസാന ദിവസം നിന്റെ ശരീരവും ദൈവവും ഉയർപ്പിച്ച് നിന്നെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിർത്തി നിന്റെ എല്ലാ രഹസ്യങ്ങളെയും പാപങ്ങളെയും പരസ്യപ്പെടുത്തി ഈ പ്രസംഗം മുഖാന്തരം നിന്നെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് അവൻ തള്ളിക്കളഞ്ഞാല് അന്ന് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇല്ല, കാലമോ സമയമോ ഇല്ലാത്തത് കൊണ്ട് ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഇവരുടെ കള്ള ഉപദേശമായിരിക്കുന്ന ധൂപപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. മരിച്ചു പോയിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി കല്ലറയിൽ ധൂപം കാട്ടിയാൽ നീ രക്ഷ പ്രാപിക്കത്തില്ല, പിണ്ടാടിയന്ത്രം നിന്നെ രക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഏക വഴി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ആ മഹത്വമുള്ള കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ ഉന്നതങ്ങളിലേക്ക് നടത്തുമാറാകും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.